പോലീസിനെ വെട്ടിച്ച് കറങ്ങി നടന്നിരുന്ന പിടികിട്ടാപ്പുള്ളികൾ ഉൾപ്പെടെയുള്ളവർ ഓപ്പറേഷൻ ജാഗ്രതയിലൂടെ അഴിക്കുള്ളിലായി. സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് 194 സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിലായിരുന്നു 114 പ്രതികൾ പിടിയിലായത്. എറണാകുളത്തിന് പുറത്ത് കണ്ണൂർ, കോഴിക്കോട്, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലും ഓപ്പറേഷൻ ജാഗ്രതയുടെ ഭാഗമായി റെയ്ഡ് നടന്നു. ക്രമസമാധാനത്തിന് ഭംഗം വരുത്തുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെയുള്ള നടപടി തുടരുമെന്ന് റെയ്ഡിന് നേതൃത്വം നൽകിയ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എ അക്ബർ വ്യക്തമാക്കി. അങ്ങനെ ടോട്ടൽ 114 പേരെയാണ് 24 മണിക്കൂറിനുള്ളിൽ കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 307, 308 കേസുകളിൽപ്പെട്ട പ്രതികളുണ്ട്, മോഷണ കേസിൽപ്പെട്ട പ്രതികളുണ്ട്, റേപ്പ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളുണ്ട്, ചീറ്റിംഗ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളുണ്ട്. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഈ റെയ്ഡിൻ്റെ ഭാഗമായിട്ട് കൊച്ചി പോലീസിൻ്റെ പരിശോധന നടത്തുകയും പല പ്രതികളെയും പിടികൂടിയത് അന്യ ജില്ലകളിൽ നിന്നാണ്. മയക്കുമരുന്നിന്റെ വ്യാപനം തടയുന്നതിനു വേണ്ടി കലാലയങ്ങൾക്ക് സമീപത്തെ കടകൾ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണം ശക്തമാക്കും. കഴിഞ്ഞ വർഷം MDMA കേസുകളായിരുന്നു ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്തത്. പാഴ്സൽ വഴിയുള്ള മയക്കുമരുന്ന് കടത്ത് തടയാൻ കൊറിയർ സർവീസുകാരുടെ സഹകരണം തേടിയിട്ടുണ്ട്. തട്ടുകടകൾക്കെതിരായ പരാതി സ്പെഷ്യൽ ബ്രാഞ്ച് പരിശോധിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.